ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സൂപ്പ് കൊണ്ടുവന്നാണ് കേട്ടോ. അത് മുരിങ്ങയില സൂപ്പാണേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മുരിങ്ങ നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല വെച്ച് നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയാലേ ഒത്തിരി 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 ഗുണങ്ങളുണ്ട്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും മുരിങ്ങ വീട്ടിലുള്ളവർ രാവിലെ ഒരു മുരിങ്ങയില സൂപ്പ് കുടിച്ച് നോക്കിയാൽ അതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ താഴെ പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇത് എല്ലാവർക്കും കുടിക്കാം. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർ, അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബ്ലഡ് പ്രഷർ, അതുപോലെ ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇങ്ങനെ ഉള്ള അസുഖങ്ങളുള്ളവർക്കും ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഇന്നർ ഓർഗൻസ്, അതായത് നമ്മുടെ കിഡ്നി ഫങ്ഷന് നല്ലതാണ്, ഡൈജഷൻ സുഖമായിട്ട് നടക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും എല്ലിൻ്റെ ആരോഗ്യത്തിനും ഇത് ഈ മുരിങ്ങ ജ്യൂസ് നല്ലതാണ് കേട്ടോ. പിന്നെ ലിവറിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന്, പിന്നെ നമ്മുടെ സൗന്ദര്യം അല്ലേ, നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും, അതുപോലെ തന്നെ മുടി വളരുന്നതിനും എല്ലാത്തിനും ഇത് നമ്മൾ മുരിങ്ങയില സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നോ, ഇത് മൾട്ടി വിറ്റാമിനാണ്. അതാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റാണല്ലോ നമുക്ക് മിക്കവാറും എല്ലാവർക്കും പറഞ്ഞ ഒത്തിരി വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ളൊരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു 1000 മടങ്ങ് കൂടുതലായിട്ട് ഉള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മുരിങ്ങയിലയുടെ പിന്നെ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തുമാത്രം പിന്നെ പോഷകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഇന്നർ ഓർഗൻസിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള ഈ വിഷാംശങ്ങളെ, നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ, ടോക്സിൻസിനെ പുറന്തള്ളുന്നതിനും ഇത് നല്ലതാണ്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ല സ്റ്റാമിന കിട്ടുന്നു. അതിപ്പോൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നല്ല സ്റ്റാമിന കിട്ടും നമ്മൾ ഈ മുരിങ്ങ ഇല വെച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ കേട്ടോ. അതാണ് നമുക്ക് ഒറ്റ വാക്കി പറയാനുള്ളത്. മൾട്ടി വിറ്റാമിനാണ്, അതാണ് ഒറ്റ വാക്കി പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതെന്താ, ഇനിയിപ്പോൾ അതിൻ്റെ പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാം പല പ്രാവശ്യം മുരിങ്ങയുടെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊക്കെ എടുത്ത് കാണണം കേട്ടോ. പിന്നെ ഇനി ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണെന്നാണ് വേണ്ടത്. നിങ്ങൾ മുരിങ്ങയില നിങ്ങൾക്ക് 1 കപ്പ് എടുക്കാം, അല്ല 2 കപ്പ് എടുക്കാം. അപ്പം ഞാൻ 1 കപ്പിനുള്ള ചേരുവയാണ് ഇവിടെ പറയണത്. ഇനി 2 കപ്പ് മുരിങ്ങ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കിത് കുടിക്കണം ടേസ്റ്റായിട്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ അളന്ന് കുറുക്കിയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനൊരു അളവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ 1 കപ്പ് മുരിങ്ങയില നന്നായിട്ട് കഴുകി അത് വാല വെച്ച് എന്നല്ലേ പറയണേ, അതിന് വെള്ളം കളഞ്ഞ് എടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അവിടെ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് വേറെ എന്തൊക്കെയാണ് ആവശ്യം. നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി വേണം, ഉള്ളി കേട്ടോ. പിന്നെ ഒരു 5 വെളുത്തുള്ളി വേണം, 1 സ്പൂൺ ജീരകം വേണം, 1/2 സ്പൂൺ കുരുമുളക് വേണം, 1 തക്കാളി വേണം, എണ്ണ വേണം, നെയ്യ് വേണം. ഓക്കെ, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കാൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ, അപ്പം നമ്മൾ മുരിങ്ങയില കഴുകി അവിടെ നമ്മൾ 1.5 കപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഈ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇടുക. ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് അധികം ഒന്നും കരിക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ തക്കാളി കഴുകി അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതും ഒന്ന് പതുക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ജീരകം ഇടാം അതിലേക്ക്, അതുപോലെ കുരുമുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം ഇട്ട് നമുക്കത് അവിടെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഒന്നും കൂടെ പറയട്ടെ. വെളുത്തുള്ളി വേണം, ചുമന്നുള്ളി വേണം, തക്കാളി വേണം, ജീരകം വേണം, കുരുമുളക് വേണം, മഞ്ഞൾ വേണം, എണ്ണ വേണം, പിന്നെ നെയ്യും വേണം കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഈ 1.5 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മുരിങ്ങ ഇലയിലേക്ക് നമ്മൾ ഈ വഴറ്റിയത് അങ്ങോട്ട് ഇടുക കേട്ടോ. ഇട്ട് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതൊന്ന് അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് ഒന്നങ്ങോട്ട് അധികം കുറുകൊന്നും വേണ്ട. ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. മുരിങ്ങ നമ്മൾ പിന്നെ തോരനൊക്കെ വെച്ച് കഴിക്കണമല്ലേ, അതുകൊണ്ട് അരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് അരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അരിച്ചാൽ മതി. ഇത് വെറുതെ കുടിക്കുക, അതായിരിക്കും നല്ലത്. അതിനകത്തേക്ക്
നമ്മൾ തിളച്ച് ഇറക്കി കഴിയുമ്പോൾ കുറച്ച് ഒരു സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ഇത് നമുക്ക് ചൂടോടുകൂടി അങ്ങോട്ട് കുടിക്കാം, ചെറിയ ചൂടോടുകൂടി. എപ്പോഴാണെന്നോ കുടിക്കേണ്ടത്? രാവിലെ കുടിക്കണതാണ് എപ്പോഴും നല്ലത്. നമ്മൾ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ഇങ്ങനെ മുരിങ്ങ ഇല പിന്നെ സൂപ്പുണ്ടാക്കി കുടിക്കാം കേട്ടോ. അത് നമ്മുടെ സൗന്ദര്യത്തിനും മാത്രമല്ല ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിന് സ്റ്റാമിന കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ എണ്ണയൊന്നും ഒഴിച്ച് വഴറ്റണ്ട, എണ്ണ അധികം ഉപയോഗിക്കാത്ത പ്രായം ചെന്നവർ എണ്ണ അധികം ഒന്നും ഉപയോഗിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട. നമുക്ക് ഈ മുരിങ്ങയില 1.5 കപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലേക്ക്, അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുക, കുരുമുളക് ഇടുക, ജീരകം ഇടുക, അതുപോലെ ഉപ്പ് ഒരു നുള്ളട്ടോ. ആവശ്യക്കാർക്ക് ഉപ്പിടാം, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഉപ്പ് നമ്മൾ ഈ എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറേ ഇതൊക്കെ നമ്മൾ ഉപ്പിടാതെ കഴിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണ നമുക്ക് മാറ്റി വെക്കാനാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതിനെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യം എണ്ണയിൽ വഴറ്റണ്ട, തക്കാളി എല്ലാം അരിഞ്ഞ് അതിനകത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് തിളച്ച് അങ്ങോട്ട് കുറുകി കഴിയുമ്പോൾ അധികമൊന്നും കുറുകണ്ട കേട്ടോ. നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ഇതാവുമ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കണ എപ്പോഴും നമുക്ക് നല്ല ഡൈജഷന് ഏറ്റവും നല്ലതാണ്. നെയ്യ് ഒത്തിരി ഗുണങ്ങളുണ്ട്. നെയ്യിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് അതിനകത്ത് ഒഴിച്ചിട്ട് അങ്ങനെയും കുടിക്കാം. ഇങ്ങനെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, അപ്പോൾ പണി എളുപ്പമാണ് കേട്ടോ. ഇനി നിങ്ങൾ കുക്കറിലാണ് ഇത് വെക്കണമെങ്കിലേ, ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞല്ലോ അരിഞ്ഞു പറക്കി നിങ്ങൾ വഴറ്റൊന്നും വേണ്ട, എല്ലാം കൂടെ ആ കുക്കറിലോട്ട് ഇട്ട് ഒരു 2 വിസിൽ വരണ വരെ അവിടെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അത് എടുത്ത് അതിനകത്ത് നെയ്യ് ഒഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ 2 വിസിൽ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം അത് പതുക്കെ ചെറിയ തീയിലിങ്ങനെ തിളച്ച് വന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അതാണ് പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്കിത് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ്. ഏതെങ്കിലും നമ്മൾ വീടുകളിലൊക്കെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ മുരിങ്ങയില കാണുകയാണെങ്കിൽ ഇത് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് കഴുകി ഉണക്കി അവിടെ വെച്ചേക്കാം. ഓക്കെ, ഇനി അത് പൊടിച്ച് വേണമെങ്കിലും നമുക്ക് വെക്കാം. നന്നായിട്ട് അത് ഉണക്കി അത് പൊടിച്ച്, അല്ലെങ്കിൽ നമുക്കതൊരു പിന്നെ കവറിലാക്കി സിപ്പ് ലോക്ക് കവർ കിട്ടുമല്ലോ, അതിനകത്താക്കി അത് ഉണക്കി അവിടെ വെച്ചിരുന്നാൽ മതി. അതല്ലെങ്കിൽ പൊടിച്ച് നമുക്ക് എടുത്തു വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി, കുറേ കൂടെ എളുപ്പമാണ്. ഇത് ഉണക്കി പൊടിച്ച് വെക്കുമോ അല്ലെങ്കിൽ ഉണക്കി അതുപോലെയല്ല നമുക്ക് ലിപ് ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മുരിങ്ങയില്ലല്ലോ, നല്ലൊരു സൂപ്പാണല്ലോ, കുടിക്കണമല്ലോ എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇങ്ങനെ നോക്കുക. കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമുക്കത് ഉണക്കി സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും മുരിങ്ങയില ജ്യൂസ് കുടിച്ച് നല്ല സ്റ്റാമിനയൊക്കെ കൂടി ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എന്നാൽ അപ്പോൾ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കിട്ടണ്ടേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.